സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാണോ എല്ലാവർക്കും സുഖല്ലേ മക്കളെ? നമ്മൾ ഇന്ന് ഒരു MCQ ആണ്. എന്ന് വെച്ചാൽ പുതിയ SCERT നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ട്. വെറുതെ പഠിച്ചാൽ പോരാ, പരീക്ഷ ഹാൾ നമുക്ക് ചോദ്യങ്ങൾ കാണുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കണം. അപ്പൊ നമ്മൾ SCERTക്ക് വേണ്ടിയിട്ട് പുതിയ SCERT ആയതുകൊണ്ട് പഠിപ്പിക്കുന്ന ഓരോരോ പ്ലേലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൂട്ടുകാരെ, നമുക്ക് 2 യൂട്യൂബ് ചാനൽ ഉണ്ട്. നമ്മുടെ ഒരു ചാനൽ നിങ്ങൾക്കറിയാം 6 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൃത്യമായി LGS 10th ലെവൽ LDC പോലുള്ള പരീക്ഷയ്ക്ക് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഒരുപാട് ചോദ്യ പേപ്പറുകളും ഡിസ്കസ് ചെയ്ത ചാനലായിരുന്നു. അപ്പൊ നിങ്ങൾ വെറുതെ പഠിപ്പിക്കുകയല്ല, നിങ്ങളെ ഫ്രീ ആണെന്ന് കരുതി നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്ത് PDF മെറ്റീരിയലും ക്ലാസ്സുകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് നിങ്ങൾ വരിക. ഇപ്പൊ ഇതുപോലുള്ള പരീക്ഷകളും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തരുന്നതാണ്. അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നൊരു ചാപ്റ്റർ 8ാം ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. 3 ക്ലാസ് ആണ് ചെയ്തത്. ആ 3 ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ എക്സാം എഴുതേണ്ടത്. കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് വരിക. ഓക്കെ, ഇനി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിന് ഒരുപാട് ചോദ്യങ്ങൾ വരും. അപ്പൊ ഈ ചോദ്യങ്ങളെങ്കിൽ നിങ്ങൾ പഠിക്കണം കേട്ടോടാ. അപ്പൊ നമ്മൾ ചോദ്യത്തിലേക്ക് പോട്ടെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മറക്കണ്ട, ഇതുപോലത്തെ സീരീസും ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അവസാനം എത്ര മാർക്ക് കിട്ടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ചോദ്യം ഇതാണ്, വായിച്ചോ നിങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? SCERT പ്രകാരം കൃത്യമായിട്ട് 4 ഓപ്ഷൻ ഞാൻ പറയുന്നില്ല. നാഗപട്ടണം, അഹമ്മദാബാദ്, ചിൻസുരയാണ് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ്. ഞാൻ വായിക്കണ്ടല്ലോ, നിങ്ങൾ വീഡിയോയുടെ സ്പീഡ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യട്ടോ. ഹോർത്തൂസ് മലബാറിക്കസിൽ എത്ര ഔഷധ സസ്യങ്ങളെ പറ്റിയുള്ള വിവരമാണ് നൽകിയിട്ടുള്ളത്? 742 ആണ്. പഠിച്ചവർക്കറിയാം, ആ ക്ലാസ് കണ്ടവർക്കറിയാം. മൂന്നാമത്തെ ചോദ്യം, ബക്സാർ യുദ്ധസമയത്തെ മുഗൾ ഭരണാധികാരി ആരാണ്? ബക്സാർ യുദ്ധസമയത്തെ മുഗൾ ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാ ആലം രണ്ടാമനാണ്. ഷാ ആലം രണ്ടാമനാണ്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് വളരെ ഇമ്പോർട്ടൻസ്, സ്ഥിരം വിവരിക്കുവാണ്. SCERT കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദീനബന്ധു മിത്ര. ആരാണ്? ദീനബന്ധു മിത്ര. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. 5ാമത്തെ ചോദ്യമാണ്. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് വായിച്ചു നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെ, നികുതി പിരിക്കാനുള്ള ചുമതല ജമീന്ദാർമാർക്കായിരുന്നു. അത് ശരിയാണല്ലോ. ബംഗാളിൽ 1893 അത് വായിക്കുമ്പോൾ തന്നെ കത്തിണ്ടാവും. 893 പറഞ്ഞാൽ ഇന്റർനാഷണൽ കോൺഗ്രസ് ഒക്കെ രൂപീകരിച്ചു. അപ്പൊ ഉറപ്പിക്കാം ഇത് തെറ്റാണ്. ഇപ്പൊ തെറ്റായ പ്രസ്ഥാനം കിട്ടിയല്ലോ. ബാക്കി ശരിയാണേ. ജമീന്ദാർമാർക്ക് കമ്പനി അടയ്ക്കേണ്ട തുക നികുതി സ്ഥിരമായിട്ട് നൽകണം നിശ്ചയിച്ചിരുന്നു. ധനിക കർഷകരായ ജോട്ടേദാർമാരെയും ഗ്രാമത്തലവന്മാരെയും നിയന്ത്രണത്തിന് ജമീന്ദാർമാർ പരാജയപ്പെടുകയും ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ പരാജയത്തിനും കാരണമായി എന്ന് പറയുന്നുണ്ട്. ശരിയാണല്ലോ, ശരിയാണ്. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മദ്രാസിൽ റയട്ട് വാരി സമ്പ്രദായം നടപ്പിലാക്കിയ സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ? മദ്രാസിൽ റയട്ട് വാരി ഹേസ്റ്റിംഗ് പ്രഭുവാണ്. ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഇന്ത്യയില് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യം എല്ലാവർക്കും അറിയാം, അത് ഹൈദരാബാദ് ആണ്. എവിടെയാണ് മഹൽവാരി സമ്പ്രദായം ആദ്യമായി കൊണ്ടുവന്നത്? മഹൽവാരി എന്ന് കേട്ടാൽ ഉത്തരേന്ത്യ അല്ലെ. അപ്പൊ ഇവിടെ ദക്ഷിണേന്ത്യയുണ്ട്, ബംഗാളുണ്ട്, ഒഡീഷയുണ്ട്, പഞ്ചാബാണ്. ഇന്ത്യയിൽ സാന്താൾ കലാപം നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? സാന്താൾ കലാപം ഡൽഹൌസിയാണ്. വർഷം ഒന്ന് ഓർത്ത് കമന്റ് ചെയ്തേ. സാന്താൾ കലാപം കമന്റ് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ കൃത്യമായിട്ട് SCERT പറയുന്നുണ്ട്. 1757 പ്ലാസി യുദ്ധം, 1764 ബക്സാർ യുദ്ധം. അപ്പൊ ഇത് രണ്ടുമാണ് അല്ലെ. നോക്കൂ, അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയാണ്, നിങ്ങൾ പെട്ടെന്ന് വായിച്ചേ. റയട്ട് വാരി സമ്പ്രദായം ദക്ഷിണേന്ത്യ അല്ലെ. ഇതിനകത്ത് ശരിയെന്നാണ്. തീർച്ചയായിട്ടും അത് ശരിയാണ്. മഹൽവാരി സമ്പ്രദായം നമ്മളിപ്പോ പറഞ്ഞു ഉത്തരേന്ത്യ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ, അത് തെറ്റാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ ഒറീസയിലാണ്. അപ്പൊ 1ഉം 2ഉം ശരിയാണ്. ഓക്കെ ആണല്ലോ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഭവാനി പതക്, മജ്നു ഷാ എന്നിവർ നേതൃത്വം നൽകിയ കലാപം. ശരിക്കും മജ്നു ഷാ നമുക്ക് വെട്ടാം. മജ്നു ഷാ ശരിക്കും ഫക്കീർ കലാപമാണ്, ഭവാനി പതക്കാണ്. അപ്പൊ ചോദ്യത്തിൽ ഒരുമിച്ച് വന്നേ ഉള്ളൂ. SCERT 2 പേരെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സന്യാസി കലാപമാണ്. ഭവാനി പതക്ക് സന്യാസി കലാപം. ദീനബന്ധു മിത്ര നീൽ ദർപ്പണം എന്ന നാടകം രചിച്ച വർഷം. നോക്കൂ, ഇത് സാധാരണ ഒരു PSC ഉദ്യോഗാർത്ഥി, നമുക്കിത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. സാധാരണ ഒരു PSC ഉദ്യോഗാർത്ഥി കിട്ടില്ല. നന്നായി പഠിക്കുക.
നമുക്ക് കാനിങ്ങിന്റെ കാലഘട്ടത്തിലെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു 1860. അപ്പൊ അതൊക്കെ ആലോചിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ദീനബന്ധു മിത്രയുടെ നീൽ ദർപ്പൺ 1860 കാനിങ് ആണ് ഇന്ത്യ ഭരിക്കുന്നത്. വൈസ്രോയിമാരൊക്കെ ഞാൻ ഈ ഒരു യൂട്യൂബിലൂടെ നിങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാനിങ്ങിന്റെ വൈസ്രോയിമാരുടെ ക്ലാസ് ഒക്കെ കണ്ടവരൊന്ന് കമന്റ് ചെയ്ത് 1860 എന്തൊക്കെ പഠിച്ചിരുന്നു, ജസ്റ്റ് അറിയുന്നവർ മാത്രം കേട്ടോ. അപ്പൊ 1860 പഠിച്ചു വെക്കണേ. ഇതും നല്ലൊരു ഈ പറയുന്ന റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. കാരണം SCRT എടുത്ത് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ക്രിസ് ജഗറിലെ മുടി എന്ന് കേൾക്കുമ്പോൾ മണികർണിക, ഝാൻസി റാണിയുടെ മുടി ആലോചിക്കുക. 1857 കലാപത്തെ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമ മണികർണിക, ദ ക്യൂൻ ഓഫ് ഝാൻസി. നോക്കൂ 15ാമത്തെ ചോദ്യം. 1857 കലാപവുമായി ബന്ധപ്പെട്ട സിനിമകളിൽ തെറ്റായത് ഏതാണ്? നല്ല ചോദ്യമാണല്ലോ. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് ഖേദൻ മേത്തയുടെ സിനിമയാണ്, ശരിയാണ്. 1857 മോഹൻ സിൻഹ, ശരിയാണ്. മണികർണിക, ക്യൂൻ ഓഫ് ഝാൻസി, ക്രിസ് ജഗർലമുടി നമ്മളൊപ്പം പഠിച്ചു, ശരിയാണ്. 3 പഠിക്കണേ. എന്നാൽ തമസ് എന്താണ്? തമസ് നമ്മുടെ ഇന്ത്യ വിഭജനം അല്ലെ, ആ വിഭജന സമയത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ്. പക്ഷെ നമുക്കിത് പരീക്ഷ ഓർമ്മ ഉണ്ടാവില്ല, നമ്മൾ അറിയാതെ ചെന്ന് അബദ്ധം ചാടും കേട്ടോ. അപ്പൊ തമസ് ഗോവിന്ദ് നിഹലാനി ശരിയാണ്, പക്ഷെ അത് 57 കലാപവുമായി ബന്ധപ്പെട്ടല്ല. 1764 ഒക്ടോബർ 22 ഇന്ത്യ ചരിത്രത്തിലുള്ള പ്രാധാന്യം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണത്? ബക്സാർ യുദ്ധമാണ്. ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ? നമുക്കറിയാം ടിപ്പുവിനെ വധിച്ച സമയത്തും അതുപോലെ തന്നെ ഈ പറയുന്ന സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ സമയത്തൊക്കെ ആരായിരുന്നു? റിച്ചാർഡ് വെല്ലസ്ലി ആയിരുന്നു. ടിപ്പുവിനെ വധിച്ച സൈനിക മേധാവിയുടെ പേര് ആർതർ വെല്ലസ്ലി ആണെങ്കിൽ ടിപ്പുവിനെ വധിച്ച സമയത്ത് ഇന്ത്യയുടെ അന്നത്തെ ബംഗാളിലെ ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലി ആയിരുന്നു. കൃത്യമായിട്ട് ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, ഞാൻ ഭാരതത്തെ കീഴടക്കാം എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ റോബർട്ട് ക്ലൈവ് ആണ്. അങ്ങനെ പറഞ്ഞത്. നല്ല ഇടിവെട്ടുന്നുണ്ട്, ഞാൻ സ്പീഡ് പറയാട്ടോ. ശിപ്പായി ലഹളക്കാലത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ? ശിപ്പായി ലഹള 1857 കലാപമല്ലേ? ഓക്കെ, ശിപ്പായി ലഹള എന്ന് കേൾക്കുമ്പോൾ കാനിങ് ആണ്. ഓക്കെ, ഇവിടെ നല്ല ലഹളയാണ്, ഇടിവെട്ടുന്നുണ്ട്, സ്പീഡ് പറയുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് 10 ആരംഭിച്ച സ്ഥലം കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അല്ലെ. SCRT പറയുന്നത് മീററ്റ് ആണ്. നോക്കൂ, 1857 കലാപത്തിന്റെ ഫലമായി ബ്രിട്ടീഷുകാർ അവരുടെ നയങ്ങളിൽ മാറ്റം വരുത്തിയത് ഏതെല്ലാം വിധത്തിലാണ്? സ്പീഡ് പറയുമ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക കേട്ടോ. 1857 കലാപത്തിന്റെ ഫലമായി ബ്രിട്ടീഷുകാർ അവരുടെ നയങ്ങളിൽ മാറ്റം വരുത്തി ഏതെല്ലാം വിധത്തിലാണ്? ദത്തവകാശ നിരോധന നിയമം നിർത്തലാക്കി, ജമീന്ദാർമാരുടെയും ഭൂവുടമകളുടെയും അവകാശങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി, ജനങ്ങളുടെ മതകാര്യങ്ങളിൽ ഇടപെടുന്ന ബ്രിട്ടീഷ് രാജ്ഞി ഉറപ്പു നൽകി, മുകളിൽ പറഞ്ഞവയെല്ലാം ഇതെല്ലാം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് SCRT എടുത്തു പറയുന്ന കാര്യങ്ങളാണ്, പഠിച്ചോളം കേട്ടോ പിള്ളേരെ. 1857 കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയ നേതാവ്, ലക്നൌ എന്ന് കേൾക്കുമ്പോൾ ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൌ ബീഗം ഹസ്രത്ത് മഹൽ. മംഗൾ പാണ്ഡെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് SCRT എടുത്തു പറയുന്നുണ്ട് 1857 ഏപ്രിൽ 8 താഴെ പറയുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങളിൽ പെടാത്തത് ഏതാണ്? ദത്തവകാശ നിരോധനം കാരണമാണ്, നാനാ സാഹിബിന് പെൻഷൻ നിഷേധിച്ച കാരണമാണ്, അമിതമായി നികുതി ഉയർത്തിയത് കാരണമാണ്, റൗലറ്റ് ആക്ട് അല്ല. റൗലറ്റ് ആക്ട് ഏത് വർഷമാണെന്ന് കമന്റ് ചെയ്തേ. റൗലറ്റ് ആക്ടിന്റെ ഭാഗമായിട്ട് നിസ്സഹകരണ സമരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഗാന്ധിയുടെ ചരിത്രം പഠിക്കുമ്പോൾ പറയാം. അപ്പൊ പിള്ളേരെ 57 കലാപം ഞാൻ അടിപൊളിയായിട്ട് 2 ക്ലാസ് എടുത്തിട്ടുണ്ട്. 57 കലാപം കണ്ട് നന്നായി പഠിച്ചവർക്ക് ഈ ചോദ്യങ്ങളെല്ലാം കിട്ടും. പിന്നെ നമ്മുടെ 3 SCRT ക്ലാസ് പഠിച്ചവർക്കും 25 മാർക്കും കിട്ടും. ഇനി എത്ര നിങ്ങൾക്ക് 20 ആണ് 20, 18 ആണ് 18 കിട്ടിയെങ്കിൽ സത്യസന്ധമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, അല്ലാത്തവർ അഭിപ്രായം പറയുക. ഇതുപോലെ ഓരോ SCRT ചാപ്റ്റർ എടുത്താലും അതിന്റെ ക്വസ്റ്റ്യൻസ് കൂടി ഇതുപോലെ യൂട്യൂബിൽ തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്ലാസ് വരുമ്പോൾ മാക്സിമം നിങ്ങളെ പിന്തുണ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളെ വീഡിയോ ഒക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. അതിന് മുമ്പായിട്ട് ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നില്ല. ഇതിന്റെ ഉത്തരം നിങ്ങൾ വായിച്ച് നോക്കുക, നല്ല ഇടിവെട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് മാർക്കും കമന്റ് ചെയ്യുക. 25ന്റെ ആൻസർ ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ പോട്ടെ. ഗുഡ് ബൈ, താങ്ക് യു.